ആരിഫ് ഹുസൈൻ, ഷെയ്ഖ് ഹസീന സർക്കാർ നയങ്ങളിലുള്ള പ്രതിഷേധത്തിൻ്റെ മറവിൽ നടന്ന അതിക്രൂരമായ ഹിന്ദുവിരുദ്ധ കലാപത്തിൻ്റെ അന്വേഷണം അട്ടിമറിക്കുകയാണ് ബംഗ്ലാദേശിലെ പോലീസും സുരക്ഷാ ഏജൻസികളും. ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ആരാധനാലയങ്ങൾ തകർത്ത സംഭവങ്ങൾ പോലും രാഷ്ട്രീയ പ്രേരിത അതിക്രമം എന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കലാപം ആളിക്കത്തിയ ആഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98.4% രാഷ്ട്രീയ പ്രേരിതമാണെന്നും വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ലെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ഇതിൽ നിന്ന് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വംശഹത്യ കുഴിച്ചു മൂടുകയാണ് ഭരണകൂടം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യെസ്, നമ്മൾ കുറുക്കനെ കൊണ്ട് തന്നെ കോഴികളെ കടിച്ചു പറിച്ചതിൻ്റെ കണക്കെടുപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. ഒരു വലിയൊരു സമൂഹം, ആ സമൂഹത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താക്കളായി കഴിയുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ നടക്കുന്ന വിഷയം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ തന്നെ പല ചർച്ചകൾ അത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൂട്ടക്കൊല അവിടെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്മൂലന ശ്രമം അതുപോലും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ അവർ പുറത്തുവിട്ട കണക്ക്, അത് വരുന്നതിന് മുന്നേ തന്നെ ഇത് നിരീക്ഷിച്ച പ്രധാനപ്പെട്ട സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിൽ പുതുമയുണ്ടോയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിവിടെ മുന്നേ പറഞ്ഞതാണ്. അതായത് ഇസ്ലാമിക് അതുപോലത്തെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തരത്തിലുള്ള പാർട്ടികൾ അവർ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് അതിനെ സ്വാഭാവികമായിട്ടും കുഴിച്ചുമൂടുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അത് ഒരു തരത്തിലും അത് പുറത്ത് വരാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട്. ഇതിപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ലല്ലോ. നമ്മളുടെ നാട്ടിൽ ഇവിടെ കശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള വിഷയം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് സൂചിപ്പിക്കാൻ പോലും, അതിനെക്കുറിച്ച് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ, അതാരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് മിണ്ടിയാൽ അവനെ ഏതെങ്കിലും വിധേന ചാപ്പയടിച്ചുകൊണ്ട് നിശബ്ദനാക്കുന്ന ഒരു പണി പോലും ഇവിടെ ഉള്ളപ്പോൾ, അതിനെ സംബന്ധിച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ച് 2 കാര്യം പറഞ്ഞാൽ അവനെയും നിശബ്ദനാക്കുന്ന രീതി നമ്മളിവിടെ കാണുമ്പോൾ ഇതിൽ ഒരു കാര്യം വ്യക്തം തന്നെയാണ്. ഈ തരത്തിലുള്ള ആക്ഷൻസ് അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു മൗനം അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊരു വലിയ അത്ഭുതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇതിലൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഒക്കെ നടത്തിക്കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ആഗോളതലത്തിൽ തന്നെ ഉയരേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1971 ആ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ അനേകം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച് വന്ന ആ ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങൾ അന്ന് ചെയ്തപ്പോൾ അവിടെ എല്ലാം നിരീക്ഷിക്കപ്പെട്ടത് ഹിന്ദുക്കൾ നേരിട്ടിട്ടുള്ള വിഷയം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം ബംഗ്ലാദേശിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് എത്രയാണ്, അതെങ്ങനെയാണ്, അവരുടെ സ്റ്റോറീസ് എന്താണ് എന്നുള്ളത് ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഇത് പുറത്തേക്ക് എത്തിക്കാനും അത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ ഇന്ത്യക്കെങ്കിലും കഴിയും. ആ സംഗതികൾ മുൻനിർത്തി ആഗോള മേഖലകളിൽ അവിടെ ആ വിഷയം ഉയർത്തുവാനും നമുക്ക് സാധിക്കും. അതുവഴി അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ നേരിട്ട പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക. ഇന്നും അത് ഭയന്ന് ജീവിക്കുന്ന, പുറത്തേക്ക് പോകാൻ പറ്റാതെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്കൊരു സുരക്ഷിതത്വം ഏതെങ്കിലും വിധേന ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഈ ഇരവാദം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ആ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു പ്രവണത അത് ഹിന്ദു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാണില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. കാരണം അത് കാലം ഇത്രയായിട്ടും അങ്ങനെ ഒരു പ്രവണത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല.
അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെയാണ്. നമ്മൾ പല ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവർ പ്രശ്നം നേരിടുന്നില്ല എന്നതല്ല. നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തു കൊണ്ടുവന്ന് നീതി ലഭിക്കേണ്ടവർക്ക് അത് ലഭ്യമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇരവാദം ഉയർത്തുന്നില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഇരവാദം ഉയർത്തുന്നവർക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു പ്രതീതി അത് കൂടുതൽ മറ്റുള്ള ഇരവാദത്തിൻ്റെ ആളുകൾക്ക് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിക്കുമാറ് അതിനെ ആ രീതിയിലേക്ക് അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് നമ്മൾ കൂട്ടു നിൽക്കേണ്ടതില്ല എന്നും കൂടിയാണ് എനിക്ക് അവിടെ പറഞ്ഞു വെക്കാനുള്ളത്.